തിരുവനന്തപുരത്ത് ബലാബലമാണ് 12 എന്ന നിലയ്ക്കാണ് പോകുന്നത്. NDA 12, LDF 12, UDF 3 ഇടത്ത് മാത്രം എന്നുള്ളതാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കുണ്ട്. പ്രശാന്ത് കൃഷ്ണ ടൈയാണ് 12 പ്രശാന്ത് പറഞ്ഞോളൂ. 12 3 എന്ന നിലയിലാണ്. വാശിയേറിയ പോരാട്ടം തന്നെയാണ്. ആദ്യം എണ്ണിയപ്പോൾ NDA കുതിച്ചു കയറിയത് നേമം മണ്ഡലത്തിൽപ്പെട്ട വാർഡുകളായിരുന്നു കൂടുതലും. പക്ഷേ കഴക്കൂട്ടം ഡിവിഷനിലെ വാർഡുകൾ എണ്ണി തുടങ്ങിയപ്പോൾ അവിടെ LDFന് മുന്നേറ്റം വന്നു. NDAയും അവിടെ ചില വാർഡുകൾ പിടിക്കുന്നുണ്ട്. എന്തായാലും 12 എന്ന മുന്നിൽ നിന്ന് NDAയ്ക്കൊപ്പം തന്നെ LDFും എത്തിയിരിക്കുന്നു. UDF തൊട്ട് മുൻപ് വരെ 4 വാർഡുകളായിരുന്നു. ഇപ്പോൾ 3 വാർഡുകളിലാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ വഞ്ചൂർ പി ബാബു LDFന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പിന്നിലാണ്. അവിടെ UDF സ്ഥാനാർത്ഥിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നേമത്ത് BJP സ്ഥാനാർത്ഥി MR ഗോപൻ 3ാമത് പോയി. പക്ഷേ ഗോപൻ ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതും 739 വോട്ടുകൾക്കാണ് പിന്നിൽ നിൽക്കുന്നത് വഞ്ചൂർ പി ബാബു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFന്റെ ഒരു കോട്ടയായി അറിയപ്പെടുന്ന വഞ്ചൂർ പി ബാബു പിറകിൽ പോകുന്നു. 13-12 ലീഡ് തിരിച്ചു പിടിച്ചു. അതിൽ തിരുവനന്തപുരത്തെ ഒരു കാര്യം കൂടി പറയാം. ഈ നേമം മേഖലയിൽ മാത്രമല്ല മറുഭാഗത്തും BJP നേട്ടമുണ്ടായിരിക്കുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗമായ സൈനിക സ്കൂൾ, ചന്തവിള, ഞാണ്ടൂർ കോണം, ചെമ്പഴന്തി സാധാരണ വിജയിക്കാത്ത ചിലയിടങ്ങളിൽ കൂടി BJP തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. നേമം ഷജീർ ഒന്ന് മുന്നിൽ വന്നതിന് ശേഷം വീണ്ടും NDA സ്ഥാനാർത്ഥി MR ഗോപൻ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1287 വോട്ടുമായി MR ഗോപൻ 1ാം സ്ഥാനത്ത്. നേമം ഷജീർ 1156 വോട്ട് പിന്നിലേക്ക് പോയി. NDA 13-12 പ്രസാദ് വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുന്നു. 12 എന്ന നിലയിലേക്ക് തിരിച്ചു പിടിച്ചതിന് കാരണം കഴക്കൂട്ടം ഡിവിഷനിൽപ്പെട്ട ജനീഷ് നേരത്തെ പറഞ്ഞ തന്നെ ചന്തവിള, അതുപോലെ തന്നെ ഞാണ്ടൂർ കോണം, ചെമ്പഴന്തി എന്നീ വാർഡുകൾ, സൈനിക സ്കൂള്, ഈ വാർഡുകളിൽ 4 വാർഡുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. അവിടെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ടാണ് NDA ഇപ്പോൾ അവിടെ ലീഡ് പിടിക്കാൻ അവർക്ക് സാധിച്ചത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷൻ തന്നെയാണ് LDFനെ സംബന്ധിച്ച്. അവിടെ LDFന്റെ മുന്നേറ്റം എങ്ങനെ ഇരിക്കുമെന്നതാണ്. NDAയുടെ കണക്കുകൂട്ടൽ പ്രകാരം അവിടെ 10 വാർഡുകൾ, കഴക്കൂട്ടം മണ്ഡലത്തിൽപ്പെട്ട 10 വാർഡുകൾ വിജയിക്കുമെന്നാണ്. ആ നമ്പറിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം.